FIR രജിസ്റ്റർ ചെയ്യേണ്ട തരത്തിൽ പല ക്രൈമുകളും സിനിമാ സെറ്റുകളിൽ നടക്കുന്നുണ്ട് എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് അത് പരാതിയായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പരാതി ഒരു വനിതാ താരം കൊടുത്താൽ അവർ പിന്നീട് എക്കാലത്തേക്കും മലയാള സിനിമയിൽ വിലക്കപ്പെടും. അവർക്കെതിരെ സമൂഹ മാധ്യമ ഇടപെടൽ ഉണ്ടാകും, അവർക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകും. ഏതെങ്കിലും ഒരു നടനെതിരെ പരാതി പറഞ്ഞാൽ അയാളുടെ ആരാധക വൃന്ദം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പരാതി നൽകിയ നടിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത കൂടി വരികയാണ്. അതുകൊണ്ട് അത്തരക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ സംഘം ഈ പരാതി നൽകുന്നവരെ മോശമായി ചിത്രീകരിക്കുന്നു. അതിനുവേണ്ടി ഒരു ക്രിമിനൽ സംഘം എന്ന മട്ടിൽ അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായ പല താരങ്ങളും അവർക്കെതിരെ വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അവർക്കെതിരെ നടന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുകയാണ്. സെറ്റിൽ ഭക്ഷണം കൃത്യമല്ല, ഒരു തരത്തിലുള്ള നിയമവും ഈ സിനിമാ സെറ്റുകളിൽ പാലിക്കപ്പെടുന്നില്ല എന്നത് മറ്റൊരു ലോകമായി സിനിമാ സെറ്റ് മാറുന്നു എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങളൊന്നും ബാധകമാകാത്ത ഒരു മേഖലയായി, ഒരു പ്രത്യേക മേഖലയായി ഈ സിനിമാ സെറ്റുകൾ മാറുന്നു. അവിടെ എന്തുമാകാം എന്ന തരത്തിൽ ചില താരങ്ങൾ, ചില സംവിധായകർ, ചില നിർമ്മാതാക്കൾ, ചില താരങ്ങൾ ഇവരൊക്കെ ചേർന്ന് വളരെ മാഫിയ സംഘങ്ങളെ പോലെ അവിടെ പ്രവർത്തിക്കുകയാണ്. അവർക്ക് എന്തുമാകാം, അവിടെ ആരും ചോദിക്കാനില്ല, പറയാനില്ല എന്ന നിലയിലേക്ക് കുത്തഴിഞ്ഞ സംവിധാനമായി ഒരു നിയമവും ബാധകമല്ലാത്ത മേഖലയായി ചലച്ചിത്ര മേഖലയിലെ സിനിമാ സെറ്റുകൾ മാറുന്നു എന്നാണ് കമ്മിറ്റി പറയുന്നത്. ഒരു തരത്തിലുള്ള നിയമവും ഇവിടെ ബാധകമല്ല. ഈ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപം നടക്കുന്നു, തൊഴിൽ നൽകുന്നില്ല. കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരായതിൻ്റെ പേരിൽ അധിക്ഷേപം കേട്ടു, തൊഴിൽ നിഷേധിക്കുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കണം, ഇത്തരം പരാതികൾ കേൾക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും അത്തരം ഒരു ട്രിബ്യൂണൽ വേണമെന്നാണ് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏതൊക്കെ ശുപാർശകൾ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നു എന്നറിയില്ല. നമുക്കറിയാം 2019 ഡിസംബർ 31 സർക്കാരിൻ്റെ കൈവശം കിട്ടിയതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ ഈ കമ്മിറ്റിയെ ഹെഡ് ചെയ്തത് റിട്ടയർഡ് ജഡ്ജിയാണ്, ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ഹേമയാണ്. ആ റിട്ടയർഡ് ജഡ്ജി തന്നെ കമ്മിറ്റി നൽകിയ ശുപാർശയിൽ പറയുന്നു FIR രജിസ്റ്റർ ചെയ്യേണ്ട ക്രൈമുകൾ അവിടെ നടക്കുന്നു. ലഹരി ഉപയോഗമടക്കം, ലൈംഗിക ചൂഷണമടക്കം അങ്ങേയറ്റം ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു എന്നതിൻ്റെ മൊഴിയും തെളിവും അടക്കമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഈ റിപ്പോർട്ടിന് ഒരു നടപടിയും ഉണ്ടായില്ല എന്ന വലിയ ചോദ്യം ഈ സമൂഹം ഇനി ഉയർത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച് അതിന്മേൽ വിവരാവകാശ കമ്മീഷൻ വാദം കേട്ട് അപ്പലേറ്റ് ട്രിബ്യൂണൽ അനുമതി നൽകി വീണ്ടും ഹൈക്കോടതിയിൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനി നടത്തി ഇത്രയും നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അറിയാവുന്നവർ നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണകൂടത്തിലുണ്ട്, സർക്കാരിലുണ്ട്. എന്തുകൊണ്ട് ഇതിലെ പരാമർശങ്ങളോട് കമ്മിറ്റി മുന്നോട്ട് വെച്ച ഗുരുതരമായ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് സംബന്ധിച്ച കമ്മിറ്റിയുടെ കണ്ടെത്തലിനെ പറ്റി നിശബ്ദമായി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇത് പുറത്തു വരുന്നത് ഈ അവസാന നിമിഷം വരെ തടയാൻ നടത്തിയ നീക്കങ്ങൾ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ കമ്മിറ്റിയുടെ ശുപാർശകളിന്മേൽ നിശബ്ദത പാലിച്ചു, അതിന്മേൽ നടപടി ഉണ്ടായില്ല എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നുവെന്നാണ് സാംസ്കാരിക മന്ത്രി പറഞ്ഞത്. യഥാർത്ഥത്തിൽ കോൺക്ലേവ് ആണോ ആവശ്യം, അതോ നിയമപരമായ ഇടപെടലാണോ വേണ്ടതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിയമപരമായ ഇടപെടലാണ് വേണ്ടത് എന്നതായി കമ്മിറ്റി തന്നെ പറയുന്ന ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കണം ഈ പരാതികൾ പരിശോധിക്കാൻ. എത്ര പേർക്ക് ധൈര്യത്തോടെ അത്തരമൊരു ബോഡിയിൽ പരാതി നൽകാൻ, മൊഴി നൽകാൻ കഴിയും എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ പലരുടെയും പല താരങ്ങളുടെയും തൊഴിൽ നഷ്ടപ്പെട്ട കഥ, അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടന്ന വേട്ടയാടലിൻ്റെ കഥയൊക്കെ കമ്മിറ്റി പറയുന്നുണ്ട്. ഈ കമ്മിറ്റിക്ക് മുൻപാകെ പലരും കൊടുത്ത മൊഴി, അതിനൊപ്പം കൊടുത്ത തെളിവുകളിൽ പലരും അയച്ചു കൊടുത്ത സ്വകാര്യ ദൃശ്യങ്ങൾ അടക്കം നമ്മൾ ഓർക്കണം. അങ്ങേയറ്റം അതിഗുരുതരമായ നിയമലംഘനം, അതിൻ്റെ തെളിവടക്കം കമ്മിറ്റിക്ക് ലഭിക്കുകയും അത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തത് ഇന്നല്ല, വർഷങ്ങൾക്ക് മുൻപാണ്. 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് പൂർണ്ണമായും സർക്കാരിൻ്റെ കൈവശം കിട്ടിയതാണ്. മുഖ്യമന്ത്രിയാണ് റിപ്പോർട്ട് ഏറ്റുവാങ്ങിയത്. അതിന്മേൽ നടപടി ഉണ്ടായില്ല എന്നതൊരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നത് അറിഞ്ഞിട്ട് അതിന്മേൽ നിശബ്ദത പാലിച്ചു എന്ന നിലയിൽ കൂടി നമ്മൾ അതിനെ കാണണം. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഫീദ്, ഇതിൽ അങ്ങേയറ്റം ഗുരുതരമായ നിയമലംഘനങ്ങൾ, ഇപ്പോൾ ധാർമ്മിക പ്രശ്നമൊന്നുമല്ല, ഇന്ത്യൻ നിലവിലുള്ള നിയമങ്ങളുടെ മുഴുവൻ ലംഘനം, ഒരു നിയമവും ബാധകമല്ലാത്ത മേഖലയായി മലയാള സിനിമയിലെ ഷൂട്ടിംഗ് സെറ്റുകൾ മാറുന്നു എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. എന്ത് നടപടിയെടുത്തു സർക്കാരെ എന്ന് ചോദിക്കേണ്ടി കൂടി വരില്ല ഇപ്പോൾ? വിജയകുമാർ, ഉറപ്പായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് 2019 സമർപ്പിച്ച ശേഷം ഇത്രയധികം നിയമവിരുദ്ധ പ്രവർത്തികൾ നടന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ
നിയമപരമായ നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, FIR രജിസ്റ്റർ ചെയ്യേണ്ട കുറ്റകൃത്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള നിയമവും ഈ മേഖലയിൽ പാലിക്കപ്പെടുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സിനിമാ മേഖലയ്ക്ക് മാത്രമായ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുകൂടി സംസ്ഥാന സർക്കാർ ഇതിൽ എടുത്തിട്ടുള്ള ഒരു മൗനം, അതല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടാതെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള മൗനം, അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പോലും അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, ലൈംഗികമായിട്ടുള്ള അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രഷറുകൾ, ജൂനിയർ ആർട്ടിസ്റ്റായി വിളിക്കുന്ന പെൺകുട്ടികൾക്കും രക്ഷയില്ലെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വിവേചനമുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വാഭാവികമായും നിയമപരമായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നടപടിയെടുക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടായില്ല എന്നുള്ളതിന് സർക്കാർ തന്നെ മറുപടി പറയണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്രയധികം ഗുരുതരമായിട്ടുള്ള പരാമർശം നടക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ലൈംഗികതയിലും ലഹരിയിലും നുരയുന്ന മലയാള സിനിമ എന്നതിനപ്പുറത്തേക്ക് റിപ്പോർട്ടിനെ നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം ലൈംഗിക ഉപദ്രവങ്ങൾ, ആ ഉപദ്രവങ്ങൾ പുറത്തു പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ തൊഴിൽ നഷ്ടമാകുന്ന, പീഡനം അനുഭവിക്കേണ്ടി വരുന്ന, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുന്ന കാര്യങ്ങളടക്കം ആർട്ടിസ്റ്റുകൾ വെളിപ്പെടുത്തിയെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുമ്പോൾ ഈ റിപ്പോർട്ടിന് പുറത്ത് 5 വർഷം എന്തിന് അടയിരുന്നു എന്നുള്ള ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ മറുപടി പറയണം. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി എന്നുള്ളതിന് ഹേമ കമ്മിറ്റിയും സ്വാഭാവികമായും അക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ അക്കാര്യങ്ങൾ കൂടി പുറത്തു പറയേണ്ട സാഹചര്യമുണ്ട്. മാറ്റിയിരിക്കുന്ന പേജുകൾ 233 പേജുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 299 പേജുകളുണ്ട്. ആ മാറ്റിയ പേജുകളിൽ എന്തൊക്കെ ഗുരുതരമായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കണ്ടന്റുകളുടെ ഗൗരവം നോക്കിക്കൂടി നമുക്ക് മറുപടിയായി പറയേണ്ടി വരും എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം, ഒരു റിട്ടയർഡ് വനിതാ ഹൈക്കോടതി ജഡ്ജിയായിരിക്കണം ഈ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷ എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുരക്ഷിതമായി വസ്ത്രം മാറാനുള്ള സൗകര്യം പോലും ലൊക്കേഷനുകളിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനിയും വരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങൾ പലതും പുറത്ത്. അത്രത്തോളം മോശപ്പെട്ട ഒരു ഇൻഡസ്ട്രിയായി മലയാള സിനിമ ഇക്കാലം അത്രയും സ്ത്രീകൾക്ക് ആ രീതിയിലുള്ള പീഡനങ്ങൾ, മാനസിക വിഷമങ്ങളടക്കം അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ആക്ഷനുകളിലേക്ക് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് കടന്നില്ല എന്നുള്ളതിന് സംസ്ഥാന സർക്കാർ മാത്രമാണ് മറുപടി പറയേണ്ടത്. കാരണം സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച ഒരു കമ്മിറ്റി, സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2019 സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ട് ഈ 5 വർഷം എന്തിനടയിരുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവമുള്ള ചോദ്യം. ഏതായാലും വിജയകുമാർ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. മാത്രമല്ല, ഈ പുറത്തു വരുന്ന വിവരങ്ങൾ മലയാള സിനിമയെ നാണം കെടുത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും, ഏതൊരു തൊഴിൽ മേഖലയാണെങ്കിലും അവിടെയൊന്നും ഉണ്ടാകാൻ പാടില്ലാത്ത അസമത്വം, അതിനൊക്കെ അപ്പുറത്തേക്ക് ലൈംഗിക ഉപദ്രവങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, അവസരം കിട്ടാൻ ലൈംഗികമായി വഴങ്ങിക്കൊടുക്കണം. ഇത് തുറന്നു പറഞ്ഞാൽ പ്രശ്നം, ഭാവിയിൽ പ്രശ്നം, സിനിമാ മേഖലയിൽ നിന്ന് അടിമുടി മാറ്റപ്പെടുന്ന അവസ്ഥ, ഭീഷണി, വെല്ലുവിളി, ഒടുവിൽ WCC അംഗങ്ങൾക്ക് പോലും അവരെ പോലും മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന നീചമായ പ്രവർത്തികൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിഗ്രഹങ്ങൾ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏറ്റവും അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ടു ഹിയർ സം ഇൻസിഡൻസ് നറേറ്റഡ് ബൈ വിറ്റ്നസസ് ഇൻ വിച്ച് വെരി ഹൈലി പ്ലേസ്ഡ് മെൻ ഇൻ സിനിമ വെയർ എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫിൽ കമ്മിറ്റി തന്നെ പറയുന്നു, ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ടു ഹിയർ സം ഇൻസിഡന്റ്, അതായത് ചില കാര്യങ്ങൾ കേൾക്കുന്നത് വേദനിപ്പിക്കുന്നതാണെന്ന് ഹേമ കമ്മിറ്റി തന്നെ അടിവരയിടുന്നു, അവർ തന്നെ അക്കമിട്ട് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ വെരി ഹൈലി പ്ലേസ്ഡ് മെൻ ഇൻ സിനിമ എന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യം. അതായത് അത്തരം ആളുകൾ പോലും, അവർ പോലും ഉൾപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ, ചില കാര്യങ്ങൾ അത് പറയുന്നത്, അത് കേൾക്കേണ്ടി വന്നത് വേദനാജനകമാണെന്ന് ഹേമ കമ്മിറ്റി തന്നെ പറയുന്നു. ദീസ് ആർ പീപ്പിൾ ഹും ദ സൊസൈറ്റി ലുക്സ് അപ് ടു വിത്ത് ഗ്രേറ്റ് റെവറൻസ് ആൻഡ് അഡ്മിറേഷൻ. നമ്മൾ മുൻപ് വായിച്ച ഭാഗമാണ്. അതായത് അതിലേക്ക് വരുമ്പോൾ, ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്നത് തന്നെ അത്തരം വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ്. മെനി ഐക്കൺസ്, അതായത് ഇൻസിഡന്റ് ബൈ ഇൻസിഡന്റ് at the narration progressed, many icons started
crumbing. These are people who have the influence and power to change the codes of Malayalam movies എന്നുള്ളത് കേട്ടാൽ ആ ഒരു വരി വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും വിജയകുമാർ, മലയാള സിനിമയിൽ വിഗ്രഹങ്ങളായിരിക്കുന്ന പലരും ചെയ്തു കൂട്ടിയിട്ടുള്ള ഉപദ്രവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് കമ്മിറ്റി തന്നെ വേദനപ്പെട്ടു, കമ്മിറ്റിക്ക് തന്നെ മാനസിക വിഷമം ഉണ്ടാക്കി എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായും ആ ക്രൂരതയുടെ അളവ്, ആ തൊഴിലിടത്തിൽ സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ആ പ്രശ്നങ്ങൾ അതടക്കം അടിവരയിടുന്നുണ്ട്. ഏതായാലും ഇത് സംസ്ഥാന സർക്കാരിന് വലിയ ചോദ്യങ്ങൾ. കതിരി ഇപ്പോൾ സിനിമാ മന്ത്രി പറഞ്ഞ കാര്യമാണെങ്കിലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ നിയമപരമായി നേരിടും എന്ന് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും 5 വർഷം എന്തിന് ഈ റിപ്പോർട്ട് മറച്ചുവെച്ചു, അതല്ലെങ്കിൽ ഈ ക്രിമിനൽ FIR രജിസ്റ്റർ ചെയ്യേണ്ട കുറ്റകൃത്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് കമ്മിറ്റി പറഞ്ഞിട്ട് പോലും നിയമപരമായി എന്തുകൊണ്ട് നടപടിയെടുത്തിട്ടില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കൃത്യമായി മറുപടി പറയേണ്ടി വരും. വിജയകുമാർ.